ഈ മാസം 11-12 തീയതികളിൽ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശനത്തിന് തുടക്കമിടുകയാണല്ലോ. സമീപകാലത്ത് ഏറ്റവും വിവാദമായി വന്ന ഒരു സാഹചര്യമാണ് നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരെ മടക്കി അയക്കാൻ തുടങ്ങിയതും അതിൽ ആദ്യത്തെ സ്ലോട്ട് ഒരു അമേരിക്കൻ മിലിറ്ററി പ്ലെയിനിലൂടെ വരികയും അത് കൊണ്ടുവന്ന ആൾക്കാരെ ചങ്ങലക്കിട്ടാണ് കൊണ്ടുവന്നത്, കയ്യിനും കാലിനുമെല്ലാം. അത് ഉയർത്തിയൊരു വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനം എങ്ങനെയായിരിക്കുമെന്ന് പൊതുവെ എല്ലാവരും ജിജ്ഞാസയോടുകൂടി നോക്കിക്കാണുകയാണ്. വാസ്തവത്തിൽ ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളും ഉയരുകയും താഴുകയും ചെയ്യുന്ന അവസ്ഥ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ശീതസമരത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങൾ അങ്ങേയറ്റം വഷളായിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ 1991 ശേഷം ശീതസമരം അവസാനിച്ചപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾക്ക് നല്ലൊരു കാലഘട്ടം തുടർന്നു. അത് വരാൻ കാരണം തീർച്ചയായിട്ടും ലിബറൽ വേൾഡ് ഓർഡർ വന്നതും പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനും മറ്റും ശിഥിലമായതിനു ശേഷം പുത്തൻ സാമ്പത്തിക നയങ്ങൾ വന്നതും നിയോ ലിബറൽ അജണ്ടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ ചേരാനും അടുക്കാനും ഇടപഴകാനും ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അതിൽ വ്യാപാര ബന്ധം ഉൾപ്പെടെ പല കാര്യങ്ങളും. പക്ഷേ വ്യാപാര ബന്ധത്തിനപ്പുറം അത് ശക്തി ആർജിച്ചു. ഉദാഹരണമായിട്ട് Y2K കാലഘട്ടം വന്നപ്പോൾ നമുക്ക് ഓർക്കാം, വലിയ രീതിയിൽ ഇന്ത്യൻ ടെക്നോക്രാറ്റ്സിനെ പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസിനെ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ വലുതായിട്ട് ആവശ്യം വന്നു. അവരവിടെ പോയി വലിയ രീതിയിൽ അവിടുത്തെ സാഹചര്യങ്ങൾക്ക് സഹായം നൽകി. അത് സർവീസിങ്ങിലും IT സർവീസിങ്ങിലും IT മെയിൻ്റനൻസിലും ഒക്കെ നിർണായകമായ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ യുവ IT പ്രൊഫഷണൽസിന് അമേരിക്കയിൽ വലിയ പേരുണ്ടായിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. പക്ഷേ 98 നമ്മൾ പൊഖ്രാൻ 2 ആണവ പരീക്ഷണം വീണ്ടും നടത്തിയപ്പോൾ താൽക്കാലികമായിട്ട് ആ ബന്ധത്തിനൊരു പ്രശ്നമുണ്ടായി. അമേരിക്ക സാങ്ഷൻസ് പ്രയോഗിച്ചു. പക്ഷേ ബിൽ ക്ലിൻ്റൺ പിന്നീട് പറഞ്ഞതുപോലെ ആ സാങ്ഷൻസ് കൊണ്ട് നഷ്ടം വന്നത് ഇന്ത്യക്കല്ല, അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്കയുടെ പ്രോഡക്ട്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കാനുള്ള അവസരം ഞങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി. അത് അമേരിക്കൻ എക്കോണമിയെ ബാധിച്ചു. വളരെ താമസിയായ ക്ലിൻ്റൺ അത് പിൻവലിക്കുകയും ചെയ്തു. പിന്നീട് നല്ല ശക്തമായ ബന്ധങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ആകെ ഉണ്ടായിരുന്നൊരു കരട് സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻ്റ് വരാത്തതിൻ്റെ ഒരു അഭാവമായിരുന്നു. കാരണം ആണവ പരീക്ഷണത്തിന് നമ്മൾ മുതിർന്നപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഇതിനുവേണ്ട ന്യൂക്ലിയർ എനർജി അമേരിക്കയും ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പും തരില്ല എന്ന് പറഞ്ഞെങ്കിലും 2008 ശേഷം നമ്മൾ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിടാതെ തന്നെ നമ്മൾ ആ ഉടമ്പടിയിൽ ഒപ്പിടുകയും ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൻ്റെ തീരുമാനത്തിനല്ലാതെ നമ്മളുടേതായ സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയും NPTയുടെ ഭാഗമല്ലാതെ തന്നെ നമുക്കിപ്പോൾ സിവിൽ ന്യൂക്ലിയർ ആവശ്യങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് NSG രാജ്യങ്ങൾ നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വലിയ രീതിയിൽ വളർച്ചയുണ്ടായി. പ്രതിരോധത്തിലാകട്ടെ, വാണിജ്യ രംഗത്താകട്ടെ, IT രംഗത്താകട്ടെ, എല്ലാ രംഗങ്ങളിലും, ഗവേഷണ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അങ്ങനെ തുടങ്ങി കൂടുതൽ അടുപ്പം വന്ന ഒരു കാലഘട്ടമാണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ ആ ബന്ധം ശക്തി ആർജിച്ചു. അത് വാജ്പേയിയുടെ പീരീഡിലാണെങ്കിലും ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണെങ്കിലും മൻമോഹൻ സിംഗുമായിട്ടുള്ള നല്ല ബന്ധമാണ് സിവിൽ ന്യൂക്ലിയർ എഗ്രിമെന്റ് 2008 ഒപ്പിട്ടപ്പോൾ ശക്തി ആർജിച്ചത്, NPTയുടെ ഭാഗമല്ലാതെ തന്നെ. അപ്പം ചുരുക്കത്തിൽ ഈ പശ്ചാത്തലം നമുക്ക് നല്ലൊരു ബന്ധങ്ങൾക്ക് അടിത്തറ പാകി എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇപ്പോഴാകട്ടെ അനിയന്ത്രിതമായ കുടിയേറ്റങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട് ട്രംപിൻ്റെ ഭരണകൂടം പ്രത്യേകിച്ച് സാമ്പത്തിക ഞെരുക്കങ്ങൾ നേരിട്ട ഒരു സാഹചര്യത്തിൽ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷനെ ശക്തമായി എതിർക്കുമെന്നും അവരെ പറഞ്ഞയക്കുമെന്നും ഡീപ്പോർട്ട് ചെയ്യുമെന്നുള്ള തീരുമാനം വളരെ മുമ്പേ തന്നെ ട്രംപ് എടുത്തിരുന്നു.
47ാമത് പ്രസിഡന്റ് ആയപ്പോഴും നേരത്തെ 45ാം പ്രസിഡന്റിലും അദ്ദേഹത്തിന്റെ തീരുമാനം ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മെക്സിക്കൻ അതിർത്തിയിൽ വലിയ രീതിയിൽ മതിൽ കെട്ടാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴാകട്ടെ ഇവരെ എല്ലാം ഞാൻ തിരിച്ചയക്കും, ലോകം കണ്ട ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷൻ അമേരിക്കയിൽ നിന്നും തുടരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് മെക്സിക്കക്കാരെ മാത്രം ഉദ്ദേശിച്ചല്ല, ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള എല്ലാ കുടിയേറ്റക്കാരെയും ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക കാണിച്ചത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ബന്ദികളെ പോലെ ഇവിടെ കൊണ്ടുവന്നിറക്കിയത്, വലിയ രീതിയിൽ ബഹളമുണ്ടാവുകയും പാർലമെന്റിൽ പ്രക്ഷോഭമുണ്ടാവുകയും അതിൽ നിന്ന് ഉടലെടുത്ത ഒരു പൊതുജനാഭിപ്രായം മോദി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇക്കാര്യത്തിൽ എന്നുള്ള ഒരു ചർച്ച രാജ്യത്തുണ്ടായി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇഷ്യൂ മോദിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കാണുമ്പോൾ നിശ്ചയമായി ചർച്ച ചെയ്യുന്നുള്ള കാര്യത്തിന് തർക്കമൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ജയിച്ചു കഴിഞ്ഞ് കഷ്ടിച്ച് 20 ദിവസമേ ആകുന്നുള്ളൂ. ജനുവരി 20-ാം തീയതിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഒപ്പിട്ട പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും വിവാദങ്ങളായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് കുറച്ചുകൂടി ശക്തനായിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ പോലും, ഞാൻ മുകളിൽ പറഞ്ഞ ആക്ഷേപം ഉണ്ടെങ്കിൽ പോലും, ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ BJPക്ക് ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും ജനകീയമായി തന്നെ അവരവരുടെ രാജ്യങ്ങളിൽ തുടരുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സന്ദർശനങ്ങളിൽ അദ്ദേഹം ഫ്രാൻസിലും പോകുന്നുണ്ട്, പിന്നീട് അമേരിക്കയിലും പോകുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ തീർച്ചയായിട്ടും 2 ദിവസമെങ്കിലും ചെലവഴിക്കുന്നുള്ള ഉറപ്പാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത്? കുടിയേറ്റം, നിയമവിരുദ്ധവും നിയമാനുസൃതമായ കുടിയേറ്റം ചർച്ചയിൽ വരും. വാണിജ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ ചർച്ചയുണ്ടാകും. പ്രതിരോധ മേഖലയെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകും. ഇതിനെല്ലാത്തിനും പുറമെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ IMEC അത് ശക്തിപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചും ഇവർ തമ്മിൽ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ കാര്യം, ഈ 4 കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നു ഈ പശ്ചാത്തലത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ്റെ ഇഷ്യൂ ആണ്. നമുക്ക് പ്രത്യേകിച്ച് അമേരിക്കക്ക് ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് ഇമിഗ്രേഷൻ വളരെ അത്യാവശ്യമാണ്. H-1B വിസ എത്രത്തോളം റിലീസ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയും? അമേരിക്കയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രീതിയിൽ അവർക്ക് സ്കിൽഡ് ഇമിഗ്രേഷൻ കൊണ്ട് അമേരിക്കയ്ക്ക് ലാഭവും നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. അതോടൊപ്പം കൂടുതൽ സ്കിൽഡ് ഇമിഗ്രേഷൻ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഇന്ത്യക്കാർക്ക് നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ്. കാരണം അത്രത്തോളം വിദേശ നാണയം നമുക്ക് നേടാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ഇൻ്റലക്ച്വലായിട്ട് IT രംഗത്ത് നമ്മുടെ ചെറുപ്പക്കാർ വീണ്ടും ലോകപ്രസിദ്ധി ആർജിക്കും. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. അതുകൊണ്ട് എത്ര H-1B വിസ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റിന് കഴിയും എന്നുള്ളത് ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് വരും. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇല്ലീഗൽ ഇമിഗ്രേഷനെ എങ്ങനെ നേരിടുമെന്നുള്ളതാണ്. പല കണക്കുകൾ പറയുന്നുണ്ട്. 7,25,000-ഓളം നിയമവിരുദ്ധ ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ നിയമവിരുദ്ധ കുടിയേറ്റത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ശിക്ഷ അനുഭവിക്കുന്ന 20,000 പേരോളം ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഈ 20,000 പേരെ ആയിരിക്കും ആദ്യം ഡീപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ 104 പേരെ ഡീപ്പോർട്ട് ചെയ്ത പോലെ വിലങ്ങിട്ടല്ല കൊണ്ടുവരേണ്ടത്. അതിൽ നമുക്കൊരു തീരുമാനമെടുക്കണം. നമ്മൾ പ്ലെയിൻ അയക്കുകയാണോ ചെയ്യേണ്ടത്? അതിൽ അമേരിക്കയിലെ സിവിൽ പ്ലെയിൻസിലാണോ അവരെ കൊണ്ടുവരുന്ന രീതി എങ്ങനെയാണ്? ഇത് മുമ്പ് കാണിച്ചതുപോലെ, കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച പോലെ വരാൻ പാടില്ല. അവർക്ക് മാനുഷികാവകാശങ്ങളുണ്ട്. അതേസമയം അമേരിക്കയുടെ ദേശസുരക്ഷയ്ക്ക് പ്രാധാന്യവും നൽകണം. ഈ 2 കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു എഗ്രിമെൻ്റ് ഇക്കാര്യത്തിൽ, ഒരു ഒത്തുതീർപ്പ് ഇക്കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലീഗൽ ഇമിഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളുണ്ട്. അമേരിക്കയ്ക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഡിജിറ്റൽ വേൾഡിലും കമ്പ്യൂട്ടർ യുഗത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിലുമെല്ലാം IT പ്രൊഫഷണൽസിൻ്റെ സഹായം വേണം. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് കൊടുക്കുന്ന വിസ അത് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. രണ്ടാമത് വാണിജ്യ രംഗത്തെ കാര്യത്തെക്കുറിച്ച് പറയാം. അമേരിക്കയ്ക്ക്, ഇന്ത്യയും ചൈനയും അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് അമേരിക്കൻ കമ്പോളത്തിൽ
ഫ്ലഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക് വില ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ട്രംപ് അത് വേണ്ട രീതിയിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ജനകീയ പിന്തുണ ലഭിക്കുകയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അധികാരത്തിൽ വരികയും ചെയ്തത്. ഇന്ത്യ ടാരിഫിൻ്റെ ഒരു കിങ് ആണ് എന്നാണ് പറയുന്നത്. അമേരിക്കയിലെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ടാരിഫ് ഏൽപ്പിക്കുന്നു. ചൈന ആകട്ടെ ഒരു ചക്രവർത്തിയാണ് ടാരിഫിൻ്റെ കാര്യത്തിൽ. ഇതെല്ലാം ട്രംപിൻ്റെ വാക്കുകളാണ്. ഇപ്പൊ തിരിച്ച് ഞങ്ങളും അതുപോലെ ചെയ്യും. ഇന്ത്യൻ ഗുഡ്സിന് സമീപകാലത്ത് 10% തീരുവ വർദ്ധിപ്പിച്ചതും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഒരു കാലത്തും പറ്റില്ല. കാരണം ചൈനയുടെ മാർക്കറ്റ് അത്രത്തോളം ശക്തമാണ്. അത് കയറ്റുമതിക്കായാലും ഇറക്കുമതിക്കായാലും വളരെ ശക്തമായ ചൈന ആ സമ്പദ് വ്യവസ്ഥയും അവരുടെ മത്സര ബുദ്ധിയോടുകൂടി ലോക കമ്പോള രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനെ ചെക്ക്മേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കഴിയുള്ളൂ, ഇന്ത്യൻ പ്രോഡക്ട്സിനെ കഴിയുള്ളൂ. ഇപ്പോൾ വാണിജ്യ രംഗത്ത് ചൈനയുടെ അതിർവരമ്പ് കഴിഞ്ഞിട്ടുള്ള കയറ്റം, വളരെ ശക്തമായ വളർച്ച, അത് അമേരിക്കൻ ഗുഡ്സിന് കമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ആകാതിരിക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തമാകണം. ചുരുക്കത്തിൽ ഇന്ത്യൻ ഗുഡ്സിന് അവർ ഈ സമീപകാലത്ത് ഏർപ്പെടുത്തിയ അധിക തീരുവ കുറയ്ക്കുമോ എന്നും ഇനി കൂടുതൽ കയറ്റുമതി ഇറക്കുമതി എങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും ഇക്കാര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം പരിക്കേൽക്കാതെ മുന്നോട്ട് ദേശ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇതാണ് ട്രേഡിൻ്റെ കാര്യത്തിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ട്രേഡിലുണ്ട്. അത് രണ്ടുപേർക്കും ആവശ്യമുള്ള ഗുഡ്സ് ഉണ്ട്. ഈ ഗുഡ്സിനെല്ലാം ഏത് രീതിയിലാണ് ടാരിഫ് ചുമത്താൻ പോകുന്നത്, ഇരു രാജ്യങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് അതിൽ വന്നേ തീരൂ. അത് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരുടെയും ചർച്ചയിൽ അതുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത് പ്രതിരോധ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കയറ്റുമതി വെക്കുകയാണ്. അമേരിക്കയുടെ ഡിഫൻസ് പ്രോഡക്ട്സും ഡിഫൻസ് എക്യുപ്മെൻറ്റ്സും ഡിഫൻസ് ഗുഡ്സും എല്ലാം ഇന്ത്യയിൽ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സാങ്കേതിക രംഗത്ത് അമേരിക്ക നേടിയ വൻ കുതിപ്പ് മനസ്സിലാക്കി നമ്മുടെ അതിർത്തിയിലുള്ള സെൻസിറ്റീവ് നേച്ചർ കണക്കാക്കി പ്രതിരോധ പ്രോഡക്ട്സ്, ഡിഫൻസുമായി ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സും പ്രോഡക്ട്സും അത്യാവശ്യം ആയുധങ്ങളുമെല്ലാം അമേരിക്കയിൽ നിന്ന് വരേണ്ട സാഹചര്യമുണ്ട്. പിന്നെ ഡ്രോണുകൾ, പുത്തൻ ഡ്രോണുകൾ, പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഡ്രോണുകൾ ഇന്ത്യക്ക് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് അമേരിക്ക സമീപകാലത്ത് വികസിപ്പിച്ചെടുത്ത പുത്തൻ ഡ്രോണുകൾ നൂറുകണക്കിനെങ്കിലും ഇന്ത്യ ഓർഡർ ചെയ്യും ഈ സന്ദർശനത്തിൽ തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ ഡിഫൻസിൻ്റെ കാര്യത്തിൽ അമേരിക്കയെ കുറച്ചൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്ക് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഇങ്ങോട്ട് വരുത്താനാണ്. ഇത് പ്രസിഡന്റ് ട്രംപിന് വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഡിഫൻസ് എക്യുപ്മെൻസിൻ്റെ കച്ചവടം കൂടുതൽ നടക്കുമ്പോൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ നന്നാവുകയും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് കണക്കുകൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും തെളിയിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അതേസമയം നമുക്ക് അത്യാവശ്യമായ പ്രതിരോധത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾ, സുരക്ഷിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ വരുത്താതെ നിവർത്തിയുമില്ല. ഈ പശ്ചാത്തലത്തിൽ ഈ നമ്മുടെ ഡിഫൻസ് ടൈസ് കോഓപ്പറേഷനും ഗവേഷണവും ഡിഫൻസുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലെല്ലാം DRDOയും മറ്റുമൊക്കെ കൂടുതൽ സഹായിക്കാനും കൂടുതൽ ഇടപെടാനും സാധ്യതയുണ്ട്. നാലാമത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ. അത് കുറച്ച് നാൾ മുമ്പ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ആശയമാണ്. നമുക്കറിയാം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI എന്ന് പറയുന്ന അത് വളരെ ശക്തമായി അവർ മുന്നോട്ട് പോവുകയും ഇന്ത്യക്കും മറ്റ് പല രാജ്യങ്ങൾക്കും ഭീഷണിയായി, വാണിജ്യ രംഗത്തും പ്രതിരോധ രംഗത്തും സുരക്ഷാ രംഗത്തൊക്കെ വലിയ ഭീഷണിയായി വളർന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയ, ഇന്ത്യയും അമേരിക്കയും യൂറോപ്പും എല്ലാം കണ്ടെത്തിയ, മിഡിൽ ഈസ്റ്റും എല്ലാം കണ്ടെത്തിയ ഒരു പുതിയ ആശയമാണ് IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ. ഇക്കാര്യത്തിൽ ഇന്ത്യ മാത്രമല്ല, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇസ്രയേൽ, യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ബന്ധപ്പെട്ട്, അത് പൂർണ്ണമായിട്ട് റോഡാകില്ല എന്ന് നമുക്കറിയാം, കടൽ മാർഗവും തീവണ്ടി മാർഗവും തീർച്ചയായിട്ടും കരമാർഗവും ഇത് പ്രോഡക്ട്സ് എത്തിക്കാൻ അങ്ങനെ ഒരു പുതിയൊരു ജിയോ പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യും. കാരണം മിഡിൽ ഈസ്റ്റ് വഴി ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച്
ഇന്ത്യക്കും UAE-ക്കും സൗദിക്കും സൗദി അറേബ്യയ്ക്കും ഇസ്രായേലിനും എല്ലാം ഗുണം ചെയ്യുന്ന ഒരു സമ്പദ്ഘടന. അതിനോട് ബന്ധപ്പെട്ട് യൂറോപ്പിലും അമേരിക്കയിലും പ്രോഡക്ട്സ് എത്തുകയും വരികയും പോവുകയും ചെയ്യുന്ന അത് ചൈനയ്ക്കൊരു വെല്ലുവിളിയായി മാറും. കാരണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ചൈനയ്ക്കുണ്ടായിരുന്ന മൊണോപ്പൊളിയെ നമ്മൾ ഐമക് വഴി ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊരു വാണിജ്യ യുദ്ധമാണ്, വ്യാപാര യുദ്ധമാണ്, അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വികസനവുമാണ്. അങ്ങനെ ഒരു സാങ്കേതിക വളർച്ചയും തന്ത്രപരമായ വളർച്ചയും ഉണ്ട്. അക്കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ ക്വാഡ് എന്ന് പറഞ്ഞ് ക്വാഡ്രിലാറ്ററൽ അലയൻസ്, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വഴി ഒരു ക്വാഡ് അലയൻസ് വന്നപ്പോൾ ചൈന അതിനെ ശക്തമായി എതിർത്തു. മറ്റൊരു ഏഷ്യൻ നേറ്റോ ആണെന്നാണ് ചൈന അതിനെ അധിക്ഷേപിച്ചത്. പക്ഷേ ഇപ്പോൾ ക്വാഡിനപ്പുറം ക്വാഡ് ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇതോടൊപ്പം ഈ ഐമക്കും കൂടി ശക്തിപ്പെട്ടാൽ അപ്പോൾ അമേരിക്ക ഇന്ത്യൻ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ തന്ത്രപരമായ ബന്ധങ്ങൾ അമേരിക്കയും ഇന്ത്യയുമായി ശക്തമായി മുന്നേറുന്നു, വാണിജ്യ ബന്ധങ്ങൾ മുന്നേറുന്നു, വികസന ബന്ധങ്ങൾ മുന്നേറുന്നു, സാംസ്കാരിക വിദ്യാഭ്യാസ ബന്ധങ്ങൾ മുന്നേറുന്നു, പ്രതിരോധ മേഖലയിൽ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു വളരുന്ന ഇന്ത്യ ആ സാധ്യതയിൽ രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന രീതിയിലാകട്ടെ ഇത്തരം കാര്യങ്ങൾ. പ്രത്യേകിച്ച് രണ്ട് ശക്തമായ, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മുടേതൊരു വലിയ ജനാധിപത്യമാണ്. നമുക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടേതൊരു വലിയ ജനാധിപത്യമാണ്. അപ്പോൾ ഈ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ പ്രസിഡന്റ് ട്രംപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കഴിയട്ടെ. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം തീർച്ചയായിട്ടും ഇന്ത്യയിൽ വളരെ താല്പര്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.